നൂറ്റാണ്ടുകളായി പരസ്പരം അറിയാതെയും ഭിന്നിച്ചും പല വംശാവലികളായി ജീവിച്ച മനുഷ്യരും ജന്തുക്കളും സസ്യങ്ങളും ഭൂമുഖത്ത് ഒന്നുചേരുന്ന കാലമാണിപ്പോൾ. ഇത് അന്ത്യകാലമായി പലരും കാണുന്നുണ്ടെങ്കിലും എല്ലാ തിന്മകളും അകറ്റി ഒന്നായി ജീവിക്കുവാൻ പ്രകൃതി നൽകുന്ന സന്ദർഭമായി വേണം ഇതിനെ കാണാൻ. പരസ്പരം മനസ്സിലാക്കാനും വിശ്വസിക്കാനും അംഗീകരിക്കുവാനും ആശ്ലേഷിക്കുവാനും വരുന്ന കാലതാമസം സംഘട്ടനങ്ങളും കലാപങ്ങളും യുദ്ധങ്ങളുമായി മാറിക്കൊണ്ടിരിക്കുന്നു. മരിച്ചാലും വിട്ടുകൊടുക്കില്ല എന്ന വാശി മനുഷ്യ സിരകളിലേക്ക് പാഞ്ഞു കയറുവാൻ ഈ സാഹചര്യം ഇടയാക്കുകയാണ്. ഈ കാലഘട്ടം തരണം ചെയ്യാനായാൽ ഇനിയുള്ള തലമുറകൾ ശാന്തതയും ഏകാഗ്രതയും കൈവരിക്കുകയും നാം അറിയാത്ത ഇടങ്ങളിലേക്ക് പറന്നുയരുകയും ചെയ്യും. അതിന് സ്വന്തം പേരക്കിടാങ്ങളുടെ മുഖങ്ങളോർത്ത് ജീവിച്ചാൽ മതി. പക്ഷേ ജീവിതം ജീവിച്ചു തീർക്കാനുള്ളതാണ്, മറ്റാർക്കും വേണ്ടി മാറ്റിവെക്കാനുള്ളതല്ല എന്ന ചിന്തയിൽ എന്ത് ക്രൂരതയും ചെയ്യുന്നവരായി വലിയൊരു വിഭാഗം വളർന്നു വരികയാണ്. മരണശേഷം മനസ്സ് അഥവാ ആത്മാവ് നിശ്ചലാവസ്ഥയിലാകും. നിഷ്കളങ്കരുടേത് ഒഴികെ എല്ലാ മനസ്സുകളും ഉരുകിത്തീരുമ്പോൾ ഭൂമിയിൽ അവരെ അനുസ്മരിക്കുന്നവരുണ്ടെങ്കിൽ ആശ്വാസം കിട്ടാനിടയാകും. നല്ല കുറ്റിയിൽ നിന്ന് ഇത്തരം മുളകളുണ്ടാകൂ. ഭൂമിയിൽ മനുഷ്യവംശം അവസാനിക്കുന്ന ദിനം രക്ഷപ്പെട്ടതും രക്ഷപ്പെടാത്തതുമായ മനസ്സുകളായി മനുഷ്യർ മാറിപ്പോകുമെന്നത് ആത്മജ്ഞാനത്തിലൂടെ മനസ്സിലാക്കാനാകും.